ജൂലൈ 6 ഞായറാഴ്ച. ലൂക്ക 10 1 മുതൽ 12 വരെയും 17 മുതൽ 20 വരെയും വചനം. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഞാൻ ബാംഗ്ലൂരിൽ റെഡംപ്റ്ററിസ്റ്റ് ലേ കൊളാബറേറ്റേഴ്സ് അല്ലെങ്കിൽ സഹകാരികൾക്കായുള്ള ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുകയായിരുന്നു. കേരളം, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടായിരുന്നു. റെഡംപ്റ്ററിസ്റ്റ് വൈദ്യരുടെയും ബ്രദേഴ്സിൻ്റെയും ദൗത്യത്തിൽ അൽമായർക്ക് എങ്ങനെ പങ്കുചേരാമെന്നും അവരുടെ അപ്പസ്തോലിക പ്രവർത്തനത്തിൽ അവർക്കെങ്ങനെ പങ്കെടുക്കാമെന്നും സഹകരിക്കാമെന്നും സഭാസ്ഥാപകനായ വിശുദ്ധ അൽഫോൺസ് മരിയ ഡി ലിഗോറിയുടെ ആത്മീയത എങ്ങനെ ജീവിക്കാമെന്നും ഈ വർക്ക്ഷോപ്പ് എടുത്തു കാണിച്ചു. ഇന്നത്തെ സുവിശേഷത്തിലെ യേശു ശിഷ്യന്മാരുടെ ദൗത്യത്തെയും വിളിയെയും കുറിച്ച് പഠിപ്പിക്കുന്നു. യേശു താൻ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും 72 മിഷണറിമാരെ ജോഡികളായി നിയമിക്കുകയും അയക്കുകയും ചെയ്യുന്നു. മിശിഹായായ യേശു ദൈവത്തിനാണ്. എന്നിരുന്നാലും തൻ്റെ വേലയിൽ സഹകാരികൾ ഉണ്ടായിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ആദ്യം അവിടുന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. ഇപ്പോൾ കൂടുതൽ സഹകാരികളെ നിയമിക്കുന്നു. തൻ്റെ പ്രവൃത്തികൾ നമ്മുടേതും കൂടി ആയിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. അങ്ങനെ യേശു ഇന്നും ആളുകളെ തൻ്റെ വയലിലെ ജോലിക്കായി വിളിക്കുകയാണ്. 2-ാം വത്തിക്കാൻ സുനദോസും പോൾ 6-ാമൻ മാർപ്പാപ്പ മുതൽ ഇന്ന് വരെയുള്ള മാർപ്പാപ്പന്മാരും ഇന്നത്തെ വിശ്വാസ സമൂഹത്തോട് ഓരോ ക്രിസ്ത്യാനിയും അപ്പോസ്തലനാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുന്നു. നമ്മുടെ ജ്ഞാനസ്നാനത്തിലൂടെയും സൈര്യലേപനത്തിലൂടെയും ദൈവരാജ്യത്തിൻ്റെ വരവ് പ്രഖ്യാപിക്കാനും അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള കൽപ്പന നിങ്ങൾക്കും എനിക്കും ഉണ്ട്. കൊയ്ത്ത് സമൃദ്ധമാണ്, പക്ഷെ വേലക്കാർ കുറവാണ്. അതിന് പ്രതിവിധിയായി ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ്. വിളവെടുപ്പിൽ സഹായിക്കാൻ കർത്താവ് കൂടുതൽ പുരോഹിതരെയും സന്യസ്തരെയും അപ്പോസ്തലന്മാരെയും അയക്കട്ടെ എന്നും വിളിക്കപ്പെട്ടവർ ആ വിളിയോട് ഉദാരമായി പ്രതികരിക്കട്ടെ എന്നും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ജനങ്ങളെ രക്ഷിക്കാൻ സഹായിക്കുക എന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദൗത്യം ഏറ്റെടുക്കാൻ കർത്താവ് നമ്മെ വിളിക്കുകയും നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഉദാരമായി പ്രതികരിക്കാൻ പാടില്ല? നമ്മുടെ ശുശ്രൂഷ ലളിതവും എളിമയുള്ളതുമായിരിക്കാൻ യേശു ആഗ്രഹിക്കുന്നു. ആളുകൾ നമ്മെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നാം നിരുത്സാഹപ്പെടരുത്. ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന ചാക്രിക ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ യേശുക്രിസ്തുവിൽ ദൈവസ്നേഹം അനുഭവിച്ചിട്ടുള്ളിടത്തോളം ഓരോ ക്രിസ്ത്യാനിയും ഒരു മിഷണറിയാണ്. നമ്മുടെ വ്യത്യാസങ്ങൾക്കിടയിലും അവൻ്റെ ദൗത്യവും ശുശ്രൂഷയും വഹിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നാം തയ്യാറാണോ? ഇന്ന് യേശു നമ്മോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത് തന്നിൽ വിശ്വസിക്കുക മാത്രമല്ല, ഭൂമിയിലെമ്പാടും സുവിശേഷം പങ്കുവയ്ക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഈ 72 പേർ പിന്നീട് മടങ്ങിയെത്തി യേശുവിൻ്റെ നാമനിമിത്തം പിശാചുക്കൾ പോലും അവർക്ക് കീഴടങ്ങുന്നതിൽ സന്തോഷിക്കുന്നു. ഫ്രാൻസിലെ ആർസിലെ എളിയവനും എന്നാൽ വിശുദ്ധനുമായ ഇടവക വികാരിയായിരുന്ന ജോൺ മേരി വിയാനിയോട് പിശാച് എങ്ങനെ തോറ്റു തുന്നം പാടിയെന്ന് ഓർക്കുക.
യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന നമുക്കും നമ്മുടെ മുന്നിലും സാത്താൻ ഒരു തരത്തിലും വിജയിക്കുകയില്ല. ഒരു സമൂഹമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഊന്നൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിഗതമായ ദാനങ്ങളും കഴിവുകളും തിരിച്ചറിയുന്നതിലും അതേസമയം സഹകരണത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിലും ഇന്നത്തെ സുവിശേഷം നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.